ഡ്രഡ്ജിങ് ഏരിയയിലോട്ട് നമുക്ക് പോകാൻ പേടിയായി. ഇപ്പോൾ പോയ ഒരാളെ കാണാതാകുന്നു. അതിലെ കൂടെ പോയി എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുക്കുന്നു. കായലിൽ പോകുന്ന വള്ളങ്ങൾ അവർ ഈ JCB കൊണ്ട് തോണ്ടി എടുത്തെറിഞ്ഞ് വള്ളം പൊട്ടിപ്പോയിട്ടുണ്ട്. 476 ഭവനങ്ങൾ കടലിലേക്ക് മറിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ 1600ഓളം വീടുകൾ ഇപ്പം ഭീഷണിയിലാണ്. കടലിൽ കയറി വന്ന് അടിച്ചു പോകുമോ, കൊത്തില്ലേ, മരിക്കുമോ, മരിക്കത്തില്ലേ, ആ നിലയിലുള്ള ജീവിതമാണ് കഴിയുന്നത്. മത്സ്യത്തൊഴിലാളികൾ ദൈനംദിനം നല്ല മത്സ്യങ്ങളും കപ്പയും കഴിച്ച് നല്ല ആരോഗ്യമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ചെറുപ്പം. ഇപ്പോഴതൊന്നുമില്ല. ആ 135 കോടി രൂപ നിങ്ങൾ എന്തിനു കൊടുത്തു എന്നൊരു ചോദ്യം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ CMRLന്റെ കമ്പനിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മാസപ്പടി നൽകുന്നതിന് പ്രത്യുപകാരമായാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ കരിമണൽ ഖനനം നടത്താൻ സർക്കാർ അനുമതി നൽകിയത് എന്ന ആരോപണം വാർത്തകളിൽ നിറയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ശശിധരൻ കർത്തായുടെ ഉടമസ്ഥതയിലുള്ള CMRL എന്ന കമ്പനി 1,72,00,000 രൂപ നൽകിയെന്ന് ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയതാണ് വിവാദങ്ങളുടെ തുടക്കം. ഈ കണ്ടെത്തലും തോട്ടപ്പള്ളിയിലെ ഖനനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉന്നയിക്കപ്പെടുന്ന സംശയങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ സർക്കാരിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. വിവാദം കത്തിപ്പടരുന്നതിന് മുന്നേ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒത്താശയോടെ സ്വകാര്യ ഖനന കമ്പനികൾ നടത്തുന്ന അനധികൃത കരിമണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും സമരത്തിലാണ്. ജീവനും ജീവിത മാർഗവും സംരക്ഷിക്കാനുള്ള ആ സമരം 1000 ദിവസം പിന്നിടുകയാണ്. 2022 ജൂൺ 10 സമരം തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ പല സമരങ്ങളും ഇങ്ങനെ നടത്തുകയും പോലീസുകാർ വന്ന് ലാത്തി ചാർജും അത് കള്ളക്കേസുകൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളൊക്കെ ഈ സമാധാനപരമായി റോഡ് സൈഡ് അവിടെ ചെന്നിരുന്ന് ഖനനം നടത്തി ചെന്ന് സമാധാനപരമായിട്ട് ഞങ്ങളുടെ മക്കൾ സമരം നടത്തി. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പോയി. പിന്നെ സമാധാനപര സമരം. എന്നിട്ട് പോലും പോലീസുകാർ വന്ന് അതുങ്ങളെ തല്ലിച്ചതച്ച്, ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഞങ്ങളുടെ മക്കളെ തല്ലിച്ചതച്ചത്. എന്നിട്ട് അവർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി. അടികൊണ്ട് പലരും അടികൊണ്ട് വിലയെടുത്ത് തിന്നാൻ വയ്യാത്ത വിധത്തിൽ പോലീസ് മൃഗീയമായിട്ട് 10,000 പോലീസിനെയാണ് നടത്തി. പോലീസ് ഇവിടെ വന്ന് ഈ നാട്ടുകാരെയും പ്രാദേശിക നേതാക്കന്മാരെയൊക്കെ അടിച്ചു. കണ്ടാലറിയാവുന്നവരെ ചേർത്ത് കേസെടുത്ത്. ഡ്രഡ്ജിങ് ഏരിയയിലോട്ട് നമുക്ക് പോകാൻ പേടിയായി. ഇപ്പോൾ പോയ ഒരാളെ കാണാതാകുന്നു. അതിലെ കൂടെ പോയി എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുക്കുന്നു. വളരെ മൃഗീയമായ പെരുമാറ്റമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ മൃഗീയമായ, യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഉള്ള ലാത്തി ചാർജായിരുന്നു. കൈയൊടിഞ്ഞവരുണ്ട്, പിന്നെ പെടലിയുടെ ക്ഷതമേറ്റവരുണ്ട്, കൈ ഒടിഞ്ഞ് ദിവസങ്ങളോളം ആശുപത്രി കിടന്നവരുണ്ട്. ആദ്യം ഞങ്ങൾ തുടങ്ങിയപ്പോൾ രാത്രിയും ഞങ്ങൾ സമരത്തിന് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അത് പകൽ മാത്രമായിട്ട് ചുരുങ്ങി. പക്ഷേ ഇത്രയും ചെയ്തിട്ട് അതെന്താണ്, എന്തിനു വേണ്ടിയാണെന്നോ തിരക്കാനോ ഒന്നുമില്ല. അതിനെല്ലാം അടിച്ചമർത്തുവാണ്, പോലീസ് ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ സമരത്തിന് പോകാൻ ഞങ്ങൾക്ക് പേടിയാണ്. അവരതിന് പിന്നെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, അനധികൃതമായിട്ട് ആരും അങ്ങോട്ട് ഇറങ്ങരുത് എന്നുള്ള. അത് ഈ സമരക്കാരെ ഭയന്നാണ്. കരിമണൽ ഖനനക്കാർ ഡ്രഡ്ജ് ചെയ്ത് മണ്ണെടുത്ത കുഴിക്കകത്ത് കളിക്കാൻ പോയൊരു കുഞ്ഞ് വീണ് ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടായി. എന്നിട്ട് അതിനെതിരെ ആയിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ചെറുപ്പക്കാരൻ, സമരത്തിൽ പങ്കെടുത്തൊരു ചെറുപ്പക്കാരൻ പകല് കാണാതായി. മത്സ്യബന്ധനത്തിന് പോയി ഹാർബറിൽ നിന്ന് കരയ്ക്ക് വന്ന് തിരിച്ച് വീട്ടിലോട്ട് നടന്നു വന്ന ഒരു മനുഷ്യൻ പകല് കാണാതായി. എന്നിട്ട് പോലീസുകാർ അന്വേഷിച്ചിട്ട് പറഞ്ഞ് വെള്ളത്തിൽ വീണെന്ന്. ഒരു മത്സ്യത്തൊഴിലാളിയാണ്, നീന്തറിയാം മത്സ്യത്തൊഴിലാളികൾക്ക്. ഈ അനധികൃതമായ മൈനിങ്, ഈ മൈനിങ്ങിനെതിരെ ഒരു ഐതിഹാസികമായ സമരം ഇപ്പോൾ ഈ മാർച്ച് 5-ാം തീയതി 1000-ാം ദിനത്തിലേക്ക് വരികയാണ്. ഈ കേരളത്തിലൊട്ടാകെയുള്ള പരിസ്ഥിതി പ്രവർത്തകരെയും സാമൂഹിക സാംസ്കാരിക രംഗത്തെയും അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ മീറ്റിംഗ് നമ്മൾ തോട്ടപ്പള്ളിയിൽ ചേരുകയാണ്. ഞങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ വെക്കുന്ന ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ ഖനനം അവസാനിപ്പിക്കണം, ഈ തീരം സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അല്ല വേറെ ഒരു ഡിമാൻഡും ഞങ്ങൾ പറയുന്നത് ഈ തീര സംരക്ഷണം നടത്തണം, മണൽ വാരൽ അവസാനിപ്പിക്കണം. സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ CBI എൻക്വയറിയാണ് നമ്മൾ ഇത് സംബന്ധിച്ച് സമരസമിതി ആവശ്യപ്പെടുന്നത്. കുട്ടനാടിന്റെ സംരക്ഷണത്തിനായി 1954 നിർമ്മിച്ചതാണ് തോട്ടപ്പള്ളി സ്പിൽവേ.
അധികമായി വരുന്ന വെള്ളം ഒഴുക്കിവിട്ട് പ്രളയത്തിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിച്ചിരുന്നത് തോട്ടപ്പള്ളി പൊഴി മുറിച്ചായിരുന്നു. പൊഴി മുറിഞ്ഞ് 2-3 മാസം കഴിയുമ്പോൾ ഒഴുകിപ്പോയ മണൽ കടൽ സ്വാഭാവികമായി തിരികെ കൊണ്ടുവരികയും പൊഴി അടയ്ക്കുകയും ചെയ്യും. പ്രദേശവാസികളും കുട്ടനാട്ടിലെ കർഷകരും ചേർന്നായിരുന്നു പൊഴി മുറിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ദുരന്ത നിവാരണത്തിന്റെ പേരിൽ അനധികൃത കരിമണൽ ഖനനമാണ് പൊഴി മുറിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്നത്. 2019 KMML IREL എന്ന് പറയുന്ന 2 കമ്പനികൾ ഇവിടെ വരുന്നു. ഞങ്ങൾ പൊഴി തുറക്കാം എന്നുള്ള വ്യവസ്ഥ ഉണ്ടാക്കുന്നു. ആഴം കൂട്ടാനോ പൊഴി മുറിക്കാനോ വൈദഗ്ധ്യമുള്ളവരല്ല, 2 മണൽ കമ്പനികളാണ് വരുന്നത്. ഈ 2 മണൽ കമ്പനികൾ ഇവിടെ വന്നിട്ട് കളക്ടർ ഒരു ഉത്തരവുണ്ടാക്കുന്നത് ഇത് ദുരന്ത നിവാരണ പ്രവർത്തനമാണ്, മൈനിങ് അല്ല. തീരം ആകപ്പാടെ പോയി. ഈ മണ്ണലെടുത്തതോടുകൂടി തീരദേശം നശിച്ച് തീരത്ത് മീനില്ലാതായി. പണ്ട് ഇവിടെ എൻ്റെ കൊച്ചിലേക്ക് ഇവിടെയൊക്കെ ചാകരയുണ്ടായിരുന്നു. ഇപ്പോൾ ചാകരയില്ല. മത്സ്യബന്ധനത്തിന് പോയാൽ അവർക്ക് മത്സ്യം കിട്ടാത്തൊരു രീതിയാണ് ഇപ്പോൾ കടന്നത്. ഒരുപാട് മത്സ്യങ്ങൾ നമ്മുടെ ഇവിടുന്ന് മറഞ്ഞു പോയതുപോലെ തോന്നുന്നു. മത്തി അയില എന്നൊക്കെ പറഞ്ഞാൽ സമൃദ്ധിയായിട്ടുണ്ടാകുന്ന ഒരു കാലയളവായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ ദൈനംദിനം നല്ല മത്സ്യങ്ങളും കപ്പയും കഴിച്ച് നല്ല ആരോഗ്യമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ചെറുപ്പം. ഇപ്പോഴതൊന്നുമില്ല. ഈ പച്ചയ്ക്കുള്ള മീൻ പോലും ഈ മത്സ്യത്തൊഴിലാളിയായ എനിക്കോ അല്ലെങ്കിൽ ഈ പരിസരവാസികൾക്കോ കിട്ടുന്നില്ല. മത്സ്യബന്ധനത്തിനെന്ന് പറഞ്ഞാൽ കായൽ മത്സ്യബന്ധനത്തിനാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. ഈ 10,000-2,000 3,000 രൂപയൊക്കെ ഒരു ദിവസം പോയി നീട്ടിയാൽ കിട്ടുന്നതായിരുന്ന സ്ഥലത്ത് ഇന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. എൻ്റെ ഭർത്താവ് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളാണ്. വരുമാനമില്ല, കുറയുന്നല്ല, പൂർണ്ണമായിട്ടും ഇല്ല. ഞാൻ പിന്നെ ഒരു പീലിംഗ് തൊഴിലാളിയാണ്. ഞാൻ ഷെഡിൽ പോയി ചെമ്മീൻ പൊളിച്ചാണ് ഞാനും കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ചെമ്മീനില്ല ഷെഡുകളിൽ. മറ്റേത് ചെമ്മീൻ പൊളിക്കുന്ന തോക്ക കൊണ്ടുപോയി കടപ്പുറത്തിട്ട് ഉണക്കി അതൊരു വരുമാനമായിരുന്നു ഈ ചെമ്മീൻ പൊളിപ്പിക്കുന്നവർക്ക്. ഇപ്പോൾ കടപ്പുറമില്ലാത്തതുകൊണ്ട് തോക്ക ഉണക്കാൻ പറ്റുന്നില്ല. കടപ്പുറമില്ല തോക്ക ഉണക്കാനായിട്ട്, ചെമ്മീനില്ല പെണ്ണുങ്ങൾക്ക് പൊളിക്കാനായിട്ട്. ഇത് വന്നതിൽ പിന്നെ ചെമ്മീൻ പൊളിയുമില്ല, ഒരു പണിയുമില്ല. ചെമ്മീൻ തോക്കാ പോലും ഇടാനുള്ള സ്ഥലം പോലും ഇല്ല. ആ വിധത്തിലായി ഇവിടെ തീരം പോയിരിക്കുവാണ് ആകെ. ട്രെജറിട്ട് വലിയൊരു ട്രെജറി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അഴിക്കുമായിരുന്നു. അതിൻ്റെ ചെളിയോ അതും എല്ലാം കളഞ്ഞ് മീൻ ഒന്നെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതോ ആയിരിക്കും. ചൈനയിൽ നിന്നും യോങ്ഷോങ് കമ്പനിയുടെ ഒരു ഹെവി ട്രെഡ്ജറാണ് ഇവിടെ കൊണ്ടുവന്നത്. ഒരു മണിക്കൂറിൽ 4000 m³ മണൽ വലിച്ചെടുക്കാൻ ശേഷിയുള്ളതാണത്. ഈ മാസപ്പടി വിവാദവും പത്രമാധ്യമങ്ങളിലുള്ള വാർത്തയൊക്കെ വന്നപ്പോൾ ഇവിടെ കിടന്ന ട്രെഡ്ജർ ഒരു ദിവസം രാത്രി വന്നിട്ട് ഇത് വലിച്ച് കരയെ കയറ്റി. ഇപ്പം ട്രെഡ്ജർ ഇവിടെ ഇല്ല. ചാകര പോകാൻ കാരണം ഈ തീരദേശത്തിൻ്റെ ചൂഷണമാണ്. മണ്ണ് വീണ് അടഞ്ഞ് ചെളിയുമായിട്ട് വരുമ്പോൾ ചാകര ഉത്ഭവിക്കും. ചാകരയിൽ സമൃദ്ധിയായിട്ട് മീനുണ്ടാകും. അതൊന്നും ഈ മണ്ണെടുപ്പ് വന്നത് കാരണം ചാകരയോ ഇല്ല, മീനില്ല. മത്സ്യങ്ങൾ കരവന്ന് മുട്ടയിട്ടിട്ട് പടിഞ്ഞാറോട്ട് പോവുകയാണ്. ആ ഒരു സംവിധാനം ഇപ്പോഴില്ല. മാല എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു മത്സ്യമുണ്ട്, കണമ്പിൻ്റെ വലിയ രൂപം. അത് വന്ന് മുട്ടയിടുന്നതും പ്രജനനം നടത്തുന്നതും എല്ലാം ഈ അഴിമുഖങ്ങളിലാണ്. അതുപോലെ തന്നെ ചെമ്മീനുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയയിൽ എങ്ങനെയാണ് മണൽ നീക്കം ചെയ്യപ്പെടേണ്ടതെന്ന് സെൻട്രൽ ഗവൺമെൻറ്, അതായത് നമ്മുടെ സുപ്രീം കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ മണ്ണ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ ഉപയോഗപ്പെടുത്തി, ട്രഡീഷണൽ കമ്മ്യൂണിറ്റിയെ ഉപയോഗപ്പെടുത്തിയിട്ട് ഡിങ്കി വള്ളത്തിൽ വന്നിട്ട് കൊട്ടയിൽ മണ്ണ് വാരി നീക്കം ചെയ്യപ്പെടണം. അല്ലാതെ മണ്ണെണ്ണയും ഡീസലും ട്രെഡ്ജറും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ മൊത്തം മറിയും. ഒലീവ് റിഡ്ലി എന്ന് പറയുന്ന ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആമയുടെ ഒരു ഹാബിറ്റാറ്റ്, അതിൻ്റെ ബ്രീഡിങ് നടക്കുന്ന ഒരു ഏരിയയാണിത്. ഈ ആമകൾ ഒരു 6-7 ആമകൾ ഈ പാറയിൽ വന്ന് അടിച്ചിട്ട്, മണലില്ല ഇവിടെ, വലിയ ആമകൾ ഇവിടെ, അതിൻ്റെ മരിച്ച ശരീരം നമ്മളിവിടെ കണ്ടതാണ്. ഈ ആമ മുട്ടയിടുന്ന ബ്രീഡിങ് ഏരിയ CRZ 1 വരുന്ന ഒരു സ്ഥലത്ത് ഇതേപോലെ മൈനിങ് നടത്താൻ പറ്റുമോ? മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വിധത്തിലും പണിക്ക് പോകാൻ വയ്യാത്തൊരു സാഹചര്യമാണല്ലോ. പണി ചെയ്യാൻ മത്സ്യത്തൊഴിലാളികൾ വള്ളവും മലയും പൊങ്ങും ഒക്കെ കയറ്റി വെക്കാൻ തീരദേശമില്ല.
അത് 60 വർഷത്തിന് മുമ്പൊക്കെ എന്ന് പറയുന്നത് തീരദേശത്ത് മണലുണ്ട്, മണലിൻ്റെ പുറത്താണ് വള്ളവും വലയും ഒക്കെ പിടിച്ചു വച്ചിരിക്കുന്നത്. ചെറിയ വള്ളങ്ങളിൽ പോയിട്ട് അവർക്ക് മത്സ്യബന്ധനം നടത്തിയിട്ട് സാധാരണ വള്ളം പിടിച്ചു വെക്കുന്നത് തീരത്തെ മണലിലാണ്. പക്ഷെ മണലില്ല, തീരം തന്നെ ഇല്ല, കല്ല പാറയാണ്. അതുകൊണ്ട് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ചെറുവള്ളങ്ങളിൽ പോയിട്ട് ഈ പാറയിൽ അടിച്ചിട്ട് അവരുടെ വള്ളങ്ങളും അവർക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് 1 കിലോമീറ്റർ 2 കിലോമീറ്ററിനുള്ളിൽ കഴിഞ്ഞിട്ട് പോയെങ്കിലേ കടൽ കാണാൻ പറ്റത്തുള്ളായിരുന്നു. അത്രയ്ക്കും ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മക്കളൊക്കെ കടപ്പുറത്തായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ തീരമില്ല, കടപ്പുറമില്ല. എൻ്റെ അച്ഛനൊക്കെ പണിയെടുക്കുമ്പോൾ ഇവിടുന്ന് കരിക്കും കൊണ്ടാണ് കടൽ തീരത്തേക്ക് പോകുന്നതെന്നാണ്. പിന്നെ എൻ്റെ ഓർമ്മയ്ക്ക് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. മണ്ണിൻ്റെ പുറത്ത് അത്രയും ശക്തി കടൽ വന്നാൽ തടഞ്ഞു നിർത്തിക്കൊണ്ടേ ഇങ്ങോട്ട് കയറത്തുള്ളൂ. ആ മണലിൽ ഇവിടുന്ന് പോകും തോറും കടലാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മണ്ണ് തടഞ്ഞു നിർത്തുന്നത് പോലൊന്നും കടലിൽ ഇങ്ങോട്ട് തടഞ്ഞു നിർത്തത്തില്ല. ആ മണ്ണ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. കായലിൽ പോകുന്ന വള്ളങ്ങൾ അവർ ഈ JCB കൊണ്ട് തോണ്ടി എടുത്തെറിഞ്ഞ് വള്ളം പൊട്ടിപ്പോയിട്ടുണ്ട്. കരിമണലും ഖനനം നടത്തി കുട്ടനാടിനെ രക്ഷിക്കാനാന്ന് പറഞ്ഞ് ഖനനം നടത്തിയിട്ട് കുട്ടനാട് രക്ഷപ്പെട്ടോ ഇല്ല. ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത മാർഗം നഷ്ടപ്പെടുന്നതല്ലാതെ വീടുകൾ പോകുന്നു, അവർക്ക് താമസിക്കാൻ പറ്റുന്നില്ല. കളക്ടർ ഉത്തരവിട്ടത് 2,37,000 ക്യൂബിക് മീറ്റർ മണൽ ഇവിടുന്ന് നീക്കം ചെയ്യപ്പെടും. അത് 3 മാസം കൊണ്ട് ചെയ്യണം. ഇനി ഇവിടുന്ന് മണൽ കൊണ്ടുപോകുന്നെങ്കിൽ അത് വേ ബ്രിഡ്ജ് വെച്ച് തൂക്കി കൊണ്ടുപോകണം. ഇതൊക്കെയാണ് വ്യവസ്ഥ. അവധി ദിവസങ്ങളിൽ ഇത് എടുക്കാൻ പാടില്ല. 5 മണിയാകുമ്പം പണി നിർത്തണം. ഈ വ്യവസ്ഥകൾ മുഴുവൻ തെറ്റി. രാവും പകലും എടുക്കുകയാണ്. രാത്രി 12 മണി 1 മണി 2 മണിക്കൊക്കെ എടുക്കുക. അവധി ദിവസമൊന്നുമില്ല. സ്വാതന്ത്ര്യ ദിനമായാലും റിപ്പബ്ലിക് ഡേ ആണെങ്കിലും എല്ലാ ഞായറാഴ്ചകളിലും എല്ലാം എടുക്കുകയാണ്. കാരണം ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവർ വർക്കിംഗ് ഡേയിലെ വരത്തുള്ളല്ലോ, അവരുടെ സാന്നിധ്യത്തിൽ എടുക്കണമെന്നൊക്കെയാണ്. വേ ബ്രിഡ്ജില്ല. തോട്ടപ്പള്ളിയിൽ നിന്ന് മണ്ണെടുക്കുന്നത് കൊണ്ട് വെള്ളം കരക്കോട്ട് അടിച്ചടിച്ച് വരികയാണ്, തുരന്ന് മാന്തി കൊണ്ടുപോവുക. എൻ്റെ വീട് വല്യഴിക്കലാണ്. അവിടെ ആറാട്ടുപുഴ തീരദേശത്തിൻ്റെ കരിമണൽ ഖനനം ചെയ്ത് ഈ പിന്നെ കടൽ കയറി അവിടെ പോവുകയാണ് തീരം. ഇവിടെ എടുക്കുന്നെങ്കിലും അവിടാണ് നശിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴ ബീച്ചിൻ്റെ വിസ്തീർണം കുറഞ്ഞതായിട്ട് ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് വന്നു. വലിയഴീക്കൽ, പല്ലന, പാനൂർ തീരങ്ങളെല്ലാം പോയി. ഇപ്പം കുഴിച്ചെങ്കിൽ തന്നെ അത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ആ കുഴി അങ്ങ് നഗരും. വെള്ളത്തിലല്ലേ, ഈ സിംഗിൾ പോണ്ട് ഡ്രഡ്ജിങ് എന്ന് പറയുന്ന പോലെ കുഴി തുറന്നുകൊണ്ടേയിരിക്കും, മണ്ണ് അവിടെ വീണുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് എത്ര മണലെടുത്താലും ഇവിടെ മണൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യും. ഈ ഡിപ്പോസിറ്റ് ചെയ്യുന്ന മണൽ പമ്പയാറിൽ നിന്ന് വന്ന് അടിയുന്ന മണലല്ല, ഈ തീരത്തെ മണലാണ്. അതായത് കടലിന് 2 തരം ഒഴുക്കുണ്ട്. ലിറ്ററൽ ഡ്രിഫ്റ്റ് എന്ന് നമ്മൾ പറയുന്ന 2 തരം ഒഴുക്ക്. ഒന്ന് വടക്ക് നിന്ന് തെക്കോട്ടും, തെക്ക് നിന്ന് വടക്കോട്ടും. ഇപ്പോൾ ഇവിടുന്ന് മുഴുവൻ മണൽ എടുത്തുകൊണ്ട് പോയതാണ്. ഇപ്പം നോക്കിക്കേ, മണൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ മണൽ മുഴുക്കെടുത്താലും ആറാട്ടുപുഴ, വലിയഴിക്കൽ, തൃക്കുന്നപ്പുഴ ഭാഗത്തു നിന്നും ചെല്ലാനം, ആലപ്പുഴ, പുന്നപ്പുറ, അമ്പലപ്പുഴ ഭാഗത്തു നിന്നും മണൽ ഇവിടെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യും. ഈ ഡിപ്പോസിറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് തീരത്തെ വീടുകൾ കടലിലേക്ക് മറിയും. 476 ഭവനങ്ങൾ കടലിലേക്ക് മറിഞ്ഞു എന്ന് പറയുമ്പം തന്നെ 1600ഓളം വീടുകൾ ഇപ്പം ഭീഷണിയിലാണ്. 45 വർഷം കൊണ്ട് ഞാൻ ഈ കടലിൻ്റെ തീരത്ത് താമസിക്കുക. വീടെല്ലാം നഷ്ടപ്പെട്ട് എന്നിട്ട് ഞങ്ങൾ പിടിച്ച് എൻ്റെയും കിടക്കുകയാണ്. എനിക്ക് ഉള്ള സ്ഥലം കൂടെ വലിച്ച് കടലിൽ കൊണ്ടുപോവുക. 10 ലക്ഷം രൂപ സർക്കാർ തരാമെന്ന് പറയുന്നു. ഈ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ വീട് വെക്കുമോ, സ്ഥലം വാങ്ങിക്കുമോ? രാത്രി ഉറക്കമെന്ന് പറയുന്ന ജീവൻ പണയം വെച്ച ഉറങ്ങുന്ന, കടലിൽ കയറി വന്ന് അടിച്ചു പോകുമോ, പൊത്തില്ലേ, മരിക്കുമോ, മരിക്കത്തില്ലേ, ആ നിലയിലുള്ള ജീവിതമാണ് കഴിയുന്നത്. എനിക്ക് 2 പെൺപിള്ളേരാണ്, ഞാനും മക്കളും കൂടെ ജീവിക്കുന്നത്. തീരശോഷണത്തെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ചെന്ന് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ, പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. നമ്മുടെ ആ പലതും കുറ്റിക്കാട് തെക്കോയത്തോട്ടുള്ള ഭാഗങ്ങൾ പലവരുടെ അടുക്കളയും ബാത്റൂം, കക്കൂസും കുളിമുറിയും എല്ലാം ഇങ്ങനെ ഇടിഞ്ഞ് അത് ഒരു ചെറിയ തോട് പോലായി കിടക്കുക. പല വീടുകളും പോകുന്ന ഭീഷണിയില്ല. 5 പൈപ്പും 2 മുറികളും ഈ കഴിഞ്ഞതിൻ്റെ അങ്ങ് കൊല്ലം പോയിട്ട് ഒരു മനുഷ്യരും എനിക്ക് 10 രൂപ തന്നില്ല. ഇതുപോലെ കഷ്ടപ്പെട്ട് കക്കൂസ് ഫ്രണ്ടിൽ കുത്തി അങ്ങനെ കഴിയുക. തോട്ടപ്പള്ളിയിൽ നിന്ന് മണ്ണെടുക്കുന്ന തന്നെ ഇങ്ങനെ വരുന്നത്. ആ മണ്ണെടുക്കാതിരുന്ന കടലിൽ കയറുകയോ കയറത്തില്ല എന്നറിയാമല്ലോ.
കടൽ കയറി വരുമ്പോൾ വണ്ടി പിടിച്ച് കൊള്ളയട്ടിയും പാത്രവും എവിടെങ്കിലുമൊക്കെ പിറക്കി കൊണ്ട് ചെന്നിട്ട് ഈ വർഷം കഴിഞ്ഞ കൊല്ലവും പോകാൻ തയ്യാറില്ല, എങ്ങും പോത്തില്ല. വേണ്ടിയ കാരൻ്റെ വേണ്ടിയ പോലെ. KMML ആണ് MOU ഒപ്പിട്ടിരിക്കുന്നത്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടിരിക്കുന്നത് KMML MDയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് എഞ്ചിനീയറും തമ്മിലാണ്. KMMLന് ഇഷ്ടം പോലെ ഇൽമനൈറ്റ് വേണം. ഇവിടുന്ന് കൊണ്ടുപോകുന്ന മണലിൽ നിന്ന് അവരങ്ങ് ഇൽമനൈറ്റ് എടുത്താൽ പോരെ. അവരെന്തിനാണ് IRELനെ ഇതിനകത്ത് കൊണ്ടുവന്നത്? ഇവരുദ്ദേശിക്കുന്ന വ്യാപാരം നടത്താൻ വേണ്ടിയാണ്. എന്നിട്ട് IREL വഴി ഇൽമനൈറ്റ് യഥേഷ്ടം കൊടുത്തതിൻ്റെ E-way ബില്ലുണ്ട്. അപ്പോൾ ഈ CMRLന് കൊടുത്തിട്ട് ഈ CMRL സിന്തറ്റിക് റൂട്ടയിൽ ഉണ്ടാക്കുകയാണ്. ഈ സിന്തറ്റിക് റൂട്ടയിൽ ആര് വാങ്ങിക്കുന്നു? KMML വിദേശത്തെ വിലയ്ക്ക് ഇവിടെ നിന്ന് മേടിക്കുക. 54 ലക്ഷം മെട്രിക് ടൺ മണലാണ് ഈ പൊഴിമുഖത്തുനിന്ന് 3 കൊല്ലം കൊണ്ട് കടത്തി. 1 കൊല്ലത്തെ കണക്ക് ഞാൻ പറയുന്നില്ല. CMRL നഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞത് കമ്പനി ഇപ്പം ഭയങ്കര ലാഭത്തിലായി. തോട്ടപ്പള്ളിയിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇവിടുന്ന് മണലെടുക്കുന്നത്. ഇവിടുന്ന് CMRL മണലെടുക്കാൻ വരുന്നില്ല. ലാഭത്തിലായെങ്കിൽ അവർക്ക് ഉൽപ്പന്നം ആര് കൊടുത്തു? ആ 135 കോടി രൂപ നിങ്ങൾ എന്തിനു കൊടുത്തു എന്നൊരു ചോദ്യം ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ CMRLൻ്റെ കമ്പനിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതിന് വളരെ വ്യക്തമായി, എനിക്ക് തോന്നുന്നു ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഉത്തരവില്ല. PSU വഴി, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനി വഴി, അതായത് KMMLും IRELും വഴി ഞങ്ങൾക്ക് യഥേഷ്ടം ഇൽമനൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഒരു വർഷം 135 കോടി രൂപ കൊടുത്തത്.